എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്ന് ഏതാ ദിവസം നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? യെസ്, ടുഡേ ഈസ് കറക്റ്റാ. ഇന്ന് ന്യൂ ഇയർ ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എന്നുള്ള ഫസ്റ്റ് പറയണ്ടേ. പിന്നെ ഞാൻ ഇന്ന് സെക്കൻഡ് പാർട്ട് ഇടാമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? സോറി കേട്ടോ. അതിൻ്റെ അടുത്ത വീഡിയോയിൽ ഇട്ടാൽ മതിയോ? ആണ് ഇതിപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് അപ്പം അങ്ങനെ. അപ്പം ഇന്ന് എനിക്ക് ഒരു എന്താ ഞാൻ വെറുതെ സംസാരിക്കാനേ ഉള്ളൂ. അപ്പോൾ അതിനെക്കൊണ്ട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങളോട്. അപ്പോൾ ഈ മിക്ക ആൾക്കാർക്കും യോഗ പഠിക്കണം എന്നൊക്കെ ഇല്ലേ, ഒരു ഫിസിക്കൽ സ്ട്രെക്നെസ്സൊക്കെ ആയിട്ട്. അപ്പം അതേപോലത്തെ ഒരു യോഗ സെൻറ്റർ ഉണ്ട്. പേരും സംയമം യോഗ സെൻറ്റർ. അതിനകത്ത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ഇതാണ്, നിയർ ടാറ്റ ഹോസ്പിറ്റൽ. പേര് സംയമം യോഗ സെൻറ്റർ. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതുകൊണ്ട് എനിക്കൊരു വാല്, ഞാൻ ജാമ്പവാനൊന്നും ആയതല്ല, ഒരു കാര്യം കാണിച്ചു തരാം. എൻ്റെ പൂച്ചയാണ്. ഞങ്ങൾ സോക്സ് എന്ന് വിളിക്കും. ഇവിടെ കാലുണ്ടോ? സോക്സ് ഇട്ട പോലെയല്ലേ, അതുകൊണ്ടാണ് കഴിച്ച് ഞങ്ങളെ ഇവിടെ സോക്സ് എന്ന് വിളിക്കണം. അപ്പം ഞങ്ങളുടെ കുത്തന്നെ കുറച്ച് കാണിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പൂച്ചയൊക്കെ ഫോളർ കൊഞ്ചാണ് കഴിച്ച്. അപ്പം ഇവളെ ഞാൻ ജനിച്ചപ്പെട്ട് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവൾക്ക് മുമ്പ് ഞങ്ങൾക്കൊരു പൂച്ച ഉണ്ടാകും. അവളെ ഞങ്ങൾ വിളിക്കുക അമ്മ പൂച്ച എന്നാണ്. അപ്പം അവളെ മിക്ക സമയത്തും ഞങ്ങളുടെ വീട്ടിൽ തന്നെ വന്നിട്ട് പ്രസവിച്ചിട്ട് പോകും. അപ്പം അതേപോലത്തെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവൾ പ്രസവിച്ച ഒരു ബാച്ചിൽ കുഞ്ഞാണ് ഗൈസ് സോക്സ്. ഞാൻ കാണിച്ചില്ലേ പൂച്ച. ഇപ്പോൾ ഇവളെ പോലത്തെ 2 പേരുണ്ട്. അപ്പോൾ ആ ബാച്ചിലുണ്ടായിരുന്നു സോക്സിനെ പോലത്തെ 2 പേരും. പിന്നെ ഒരു ഫുൾ കറുത്ത ഒരു പൂച്ചയും, പിന്നെ ഒരു വെള്ളയും കറുപ്പും കൂടിയുള്ള. വെള്ളയും കറുപ്പാണ് ആദ്യം ജനിച്ചിട്ടോ. നിങ്ങൾ കണ്ടില്ല, പക്ഷെ ഉദ്ദേശം വെച്ച് പറഞ്ഞ. അപ്പം സോക്സ് ഞാൻ പറഞ്ഞില്ല, അവള് പെണ്ണാട്ടോ. ഇവള് പെണ്ണാണ് അവള്. അപ്പം ഞാൻ കുറച്ച് പ്രസവമൊക്കെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പൂച്ചകൾക്കൊരു കുഴപ്പമുള്ളൂ. ചില പൂച്ചകളൊക്കെ എന്താണെന്ന് വെച്ചാൽ അവർ എവിടെ പ്രസവിച്ചതെന്നൊക്കെ മറന്നു പോകും. അപ്പം അങ്ങനെ മറന്നു പോകുമ്പോൾ പണിയാണ്. അപ്പം അങ്ങനെ മറന്നു പോകുന്നതുകൊണ്ട് അതിന് ഇത്ര പ്രശ്നമാണ്. അതുകൊണ്ടാണ്. അപ്പം അവൾ മറന്ന് പോകും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവളുടെ കുറേ കൊച്ചുങ്ങളെ അവൾക്ക് പോയി. അപ്പോൾ പിന്നെ എനിക്ക് ഇവളെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള പൂച്ചയല്ല. ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോവും പൂച്ചയാണ് ഗൈസ്. ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകുന്ന പൂച്ചയാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ, ഇവളിങ്ങനെ നമ്മളൊക്കെ വളർത്തിയ ഒന്നാമത് 2 കാര്യങ്ങളുണ്ട്. ഇതിൽ അപ്പുറത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞ 2 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇവർക്കെല്ലാം അസുഖമൊക്കെ വന്നാൽ നമുക്ക് നോക്കാൻ പാടാണ്. പിന്നെ ചില സ്ഥലത്തൊന്നും പെറ്റാശുപത്രികളില്ല. രണ്ടാമത്തേത് ആരെങ്കിലും പൂച്ചകളൊക്കെ മരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ വളർത്തിയാൽ പിന്നെയും കുഴപ്പമില്ല. എന്നും പറഞ്ഞ് റോട്ടിക്കൂടെ എല്ലാത്തിനും എടുത്തുകൊണ്ട് വരാൻ കേട്ടോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, നമ്മളോട് തന്നെ ഇണങ്ങണ പൂച്ചകളെ നമ്മൾ. അപ്പോൾ ഒരു പട്ടീൻ്റെ അടുത്ത് ഇങ്ങനെ മുഖം കാണിക്കാൻ പോയതാട്ടോ. അപ്പോൾ ആ പട്ടി പിടിച്ച് മൂക്കിൽ കടിച്ചാൽ പിന്നെ ചേച്ചിക്ക് മൂക്കില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ പറയാനല്ല, എന്നാലും ഞാൻ അത് നിർത്താം. പിന്നെ ഞങ്ങൾ ക്രിസ്മസ് ലൈറ്റ് ഉണ്ടോ? ഇവിടെയല്ല, ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് ലൈറ്റ്. കൊള്ളാമോ? അപ്പോൾ ഇവള് ഉണ്ടോ? അപ്പം എല്ലാവർക്കും അപ്പോൾ ഈ വീഡിയോ ഇത്രയും വെച്ച് എൻജോയ് ചെയ്യാണ്. അപ്പം എല്ലാവർക്കും ചാച്ച, ബൈ ബൈ. പിന്നെ അഡ്രസ്സ് ഒന്നുകൂടി പറയാണ്, സംയമം യോഗ സെൻറ്റർ എന്നുള്ള അഡ്രസ്സ് ഞാൻ പറയുന്നത്. അത്
നിയർ ചോച്ചാനിക്കര നിയർ ടാറ്റ ഹോസ്പിറ്റൽ. പിന്നെ നില ബ്യൂട്ടി പാർലർ എൻ്റെ അമ്മയുടെയാണ്. അപ്പം അതും സെയിം ലൊക്കേഷനിൽ തന്നെയാണ് വന്നെ, ചോച്ചാനിക്കര നിയർ ടാറ്റ ഹോസ്പിറ്റൽ. കാരണം മോളിൽ യോഗ ക്ലാസ്സും താഴെ നില ബ്യൂട്ടി പാർലറുമാണ്. അപ്പോൾ ബ്യൂട്ടി പാർലറിൻ്റെ അമ്മയുടെ യോഗ ക്ലാസ് ടാറ്റ. അപ്പം ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ചേച്ച ബൈ ബൈ ചെയ്യും. പിന്നെ ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിക്കുക. ചേച്ച